ഭാരതത്തിന്റെ മര്യാദാ പുരുഷോത്തമൻ ഭഗവാൻ ശ്രീരാമന്റെ ജന്മം കൊണ്ട് പരിപാവനമാണ് അയോധ്യ. പഴയ കോസല ജനപദത്തിന്റെ തലസ്ഥാനം. മനുവിനാൽ നിർമ്മിക്കപ്പെട്ട ഈ നഗരം വിശുദ്ധ പ്രദേശമായി പുരാണങ്ങളും ഇതിഹാസങ്ങളും അടയാളപ്പെടുത്തുന്നു. എന്നാൽ അധിനിവേശ ശക്തികളുടെ പടയോട്ടം അയോധ്യയെയും പിന്നോട്ടടിച്ചു. കടന്നുപോയ 5 നൂറ്റാണ്ടിൽ അയോധ്യയ്ക്ക് അഭിമാനിക്കാൻ ഒന്നുമുണ്ടായില്ല. ഭാരതത്തിന്റെ വികാരമായി ശ്രീരാമൻ ജനമനസ്സുകളിൽ കുടികൊള്ളുമ്പോഴും അയോധ്യയിലെ കാഴ്ചകൾ ഭാരതീയരെ വേദനിപ്പിക്കുന്നതായിരുന്നു. പ്ലാസ്റ്റിക് കൂരയിൽ രാമവിഗ്രഹം, നിലം പതിക്കാറായ ജീർണിച്ച കെട്ടിടങ്ങൾ, രാത്രി ഇരുട്ടിൽ മുങ്ങുന്ന നഗരം. ഇതായിരുന്നു കഴിഞ്ഞ 500 വർഷം അയോധ്യ. കാലമൊരുപാട് കടന്നുപോയി. മോദിയും യോഗിയും അധികാരത്തിൽ വന്നു. രാമജന്മഭൂമിയിൽ മഹാക്ഷേത്രം ഉയരുകയാണ്. നമസ്കാരം. ഹൈന്ദവ സമൂഹത്തിൻ്റെ 500 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. അയോധ്യയിലെ രാമജന്മഭൂമിയിൽ അഭിമാന ക്ഷേത്രം ഉയരുകയാണ്. ഭാരതത്തിൻ്റെ മനസ്സ് ആഗ്രഹിച്ചതുപോലെ രാമക്ഷേത്രം പുനർനിർമ്മിക്കുമ്പോൾ അയോധ്യ എന്ന ഈ ചെറുപട്ടണത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാം. ക്ഷേത്ര നിർമ്മാണം പുരോഗമിക്കുന്നതിനൊപ്പം നഗരവും മുഖം മിനുക്കപ്പെടുന്നു. അയോധ്യ അനുദിനം മാറുകയാണ്. ഭാരതത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര നഗരിയാകാനുള്ള ഒരുക്കത്തിലാണ്. മികച്ച പാതകൾ, അന്താരാഷ്ട്ര വിമാനത്താവളം, പുതിയ റെയിൽവേ സ്റ്റേഷൻ, 11,500 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി അയോധ്യയ്ക്ക് സമ്മാനിച്ചത്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌവിൽ നിന്നും 136 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അയോധ്യയിലെത്തും. അയോധ്യ നഗരത്തിലെത്തുന്ന ഏതൊരു തീർത്ഥാടകനെയും ആദ്യം സ്വാഗതം ചെയ്യുന്നത് ഈ പിന്നിൽ കാണുന്ന ലതാ മങ്കേഷ്കർ ചൗക്കാണ്. ഭാരതത്തിന്റെ പ്രിയപ്പെട്ട ഗായിക ലതാ മങ്കേഷ്കറുടെ സ്മരണയ്ക്കായി ഒരുക്കിയിട്ടുള്ളതാണ് ഈ സ്മാരകം. രാമജന്മഭൂമിയിലേക്കുള്ള 14 കിലോമീറ്റർ റാംപത്ത് ഇവിടെ തുടങ്ങുന്നു. അയോധ്യയിലെ പ്രധാന പാതയായ റാംപത്ത് രാമക്ഷേത്രത്തിലേക്കുള്ള രാമജന്മഭൂമി പത്ത്, ധർമ്മപത്ത്, ഭക്തിപത്ത് എന്നീ റോഡുകൾ വീതി കൂട്ടി വികസിപ്പിച്ചു. കഷ്ടിച്ച് ഒരു വാഹനത്തിന് പോകാമായിരുന്ന റാംപത്ത് ഇന്ന് 4 വരി പാതയാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും നടപ്പാതകൾ ഒരുക്കിയിട്ടുണ്ട്. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചാണ് പാതകൾ വികസിപ്പിച്ചത്. लेकिन इतना जितना विकसित हुआ है इस प्रकार से नहीं था। विकास का वजह क्या है? अब विकास का वजह जो है मोदी जी हैं, योगी जी हैं, इन्होंने पूरा विकास किया और कभी कोई प्रधानमंत्री और मुख्यमंत्री कभी नहीं किए। प्राउड फील होता है कि हाँ आज हमारे रामलला सही जगह पर उनका जो स्थान है वहाँ पर जा रहे हैं और आई प्राउड फील. അയോധ്യയിലെ മുഴുവൻ കെട്ടിടങ്ങൾക്കും ഒരേ സ്വഭാവവും ഒരേ ആകൃതിയുമാണിപ്പോൾ. എല്ലാ കെട്ടിടങ്ങളുടെയും മുൻഭാഗം പുനർനിർമ്മിക്കാൻ അയോധ്യ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ കെട്ടിടങ്ങൾക്കും ഒരൊറ്റ നിറവും, രാമരാജ്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതീകമായ കാവിനിറം.
അയോധ്യയിലെ കെട്ടിടങ്ങൾക്കെല്ലാം ഇന്ന് ഒരു രൂപമാണ്. എല്ലാ കെട്ടിടങ്ങളുടെയും മുൻഭാഗം ക്ഷേത്രാകൃതിയിൽ പുതുക്കി പണിതു. നഗരം മോടി പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. എല്ലാ കെട്ടിടങ്ങൾക്കും കാവി നിറം. അയോധ്യയുടെ ഐക്യമാണ് ഈ ഒത്തൊരുമയിലൂടെ വ്യക്തമാകുന്നത്. सब कुछ अच्छा हो रहा है, सब बढ़िया हो रहा है जो भी, और आने वाला पल वो जीतते रहे कि वो जोगी भैया नहीं, भगवान कहते राम और लक्ष्मण बन के, जोगी और मोदी ने राम और लक्ष्मण बन के आए हैं वो. റോഡ് മാർഗവും റെയിൽ മാർഗവും മാത്രമല്ല, ആകാശമാർഗവും ഇനിയും അയോധ്യയിലെത്താം. മഹാഋഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാന സേവകൻ നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. 1450 കോടി രൂപ മുടക്കിയാണ് വിമാനത്താവളം സജ്ജമാക്കിയത്. പൗരാണിക പ്രൗഢി നിറഞ്ഞ സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് അയോധ്യയിലെ വിമാനത്താവളം. രാമജന്മഭൂമിയിൽ ഉയരുന്ന മഹാക്ഷേത്രത്തിന്റെ രൂപത്തിലാണ് നിർമ്മാണം. വിമാനത്തിന്റെ ആദ്യ രൂപമായ പുഷ്പക വിമാനത്തെപ്പറ്റി പറയുന്ന രാമായണ സന്ദേശമാണ് വിമാനത്താവളം നൽകുന്നത്. ഭഗവാൻ ശ്രീരാമന്റെ ജീവിതം വിവരിക്കുന്ന ചുവർ ചിത്രങ്ങൾ, രാമായണത്തിലെ 7 ഖണ്ഡങ്ങളെ പ്രതിനിധീകരിച്ച് 7 ശിഖിരങ്ങൾ, കൂടാതെ വിമാനത്താവളത്തിനകത്ത് ഹനുമാൻ സ്വാമിയുടെ വൻ ചുവർ ചിത്രം, സീതാ പരിണയത്തിന്റെ ചിത്രങ്ങളുമുണ്ട്. പരിസ്ഥിതി സൗഹൃദമായാണ് നിർമ്മാണം. തീർത്ഥാടന വിനോദസഞ്ചാര മേഖലയെ കൂടാതെ ഉത്തർപ്രദേശിന്റെ വാണിജ്യ വ്യവസായ മേഖലയ്ക്കും കരുത്ത് പകരുന്നതാണ് മഹാഋഷി വാൽമീകി വിമാനത്താവളം. 6500 ചതുരശ്ര അടി വിസ്തൃതിയുള്ള വിമാനത്താവളത്തിൽ പ്രതിവർഷം 10 ലക്ഷം യാത്രക്കാരെ പ്രതീക്ഷിക്കുന്നു. ഡൽഹി, മുംബൈ, ബംഗളൂരു ഉൾപ്പെടെ ഭാരതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് വിമാന കമ്പനികൾ ഇതിനകം സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു. ഉത്തർപ്രദേശിലെ 5ാമത്തെയും ഭാരതത്തിലെ 149ാമത്തെയും അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അയോധ്യയിൽ തുറന്നത്. എനിക്ക് പിന്നിൽ കാണുന്നത് അയോധ്യയിലെ ഓൾഡ് റെയിൽവേ സ്റ്റേഷനാണ്. ഒരുപാട് മഹാരഥന്മാർ തീവണ്ടി ഇറങ്ങിയ സ്റ്റേഷൻ. അയോധ്യ രാമജന്മഭൂമി പ്രക്ഷോഭകാലത്ത് LK അഡ്വാനിയും അശോക് സിംഗാളുമൊക്കെ ഇവിടെയാണ് തീവണ്ടി ഇറങ്ങിയത്. എന്തായാലും ഓൾഡ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് അന്താരാഷ്ട്ര നിലവാരത്തിൽ പുതിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നു. ₹240 കോടി ചെലവിട്ടാണ് പുതിയ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം. അയോധ്യ ധാം എന്ന നാമത്തിലാണ് പുതിയ സ്റ്റേഷൻ അറിയപ്പെടുക. വിമാനത്താവളത്തെ വെല്ലുന്ന സജ്ജീകരണങ്ങൾ തീർത്ഥാടകരെ കാത്തിരിക്കുന്നു. എസ്കലേറ്ററുകൾ, ലിഫ്റ്റുകൾ, ചൈൽഡ് കെയർ റൂം, ക്ലോക്ക് റൂം തുടങ്ങി എല്ലാം അടങ്ങുന്ന 3 നിലകളിലാണ് സ്റ്റേഷൻ. അമൃത ഭാരത് ട്രെയിനുകൾ അയോധ്യയിൽ നിന്ന് ഓടിത്തുടങ്ങി. ഇതാണ് സരയൂ തീരത്തുള്ള റാം കി പേടി. യോഗി സർക്കാരിന്റെ വികസന നയത്തിന്റെ പ്രതീകമാണ് ഈ പ്രദേശം. ഇവിടെയാണ് ഗിന്നസ് ബുക്ക് റെക്കോർഡ് കുറിച്ച ദീപ മഹോത്സവം ഓരോ ദീപാവലി നാളിലും അരങ്ങേറുന്നത്. स्नेहु जानत रावरो। जय श्री राम, जय श्री राम।
ഞാനിപ്പോൾ ഉള്ളത് രാമജന്മഭൂമിയിലാണ്. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം രാമക്ഷേത്രം ഉയരുകയാണ്. ഭാരതത്തിൻ്റെ മനസ്സ് ആഗ്രഹിച്ചതുപോലെ ലോകമെമ്പാടുമുള്ള ഹൈന്ദവരുടെ ഏതാണ്ട് 500 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് ഈ പുണ്യഭൂമിയിൽ ക്ഷേത്രം വീണ്ടും പുനർനിർമ്മിക്കുന്നത്. ഏക്കറിലാണ് ക്ഷേത്ര സമുച്ചയം വരുന്നത്. 2.7 ഏക്കറിൽ പ്രധാന ക്ഷേത്രം. 235 അടി വീതിയും 161 അടി ഉയരവുമുള്ള ക്ഷേത്രം ഭാരതീയ വാസ്തുശില്പകലയുടെ കേന്ദ്രമാകും. 3 നിലകൾ, 5 താഴികക്കുടം, കൊടി, പ്രധാന ശ്രീകോവിലും 7 ഉപദേവതാ ക്ഷേത്രങ്ങളും പ്രദക്ഷിണ വീതിയും ഉൾപ്പെടുന്നതാണ് പ്രധാന ക്ഷേത്രം. പരമ്പരാഗത നാഗരാരീതിയിലാണ് നിർമ്മാണം. രംഗമണ്ഡപം, നൃത്യമണ്ഡപം, സഭാമണ്ഡപം, പ്രാർത്ഥനാ മണ്ഡപം, കീർത്തന മണ്ഡപം എന്നിങ്ങനെ 5 മണ്ഡപങ്ങൾ. താഴത്തെ നിലയിലാണ് ഗർഭഗൃഹം. 2ാം നിലയിൽ രാം ദർബാർ. 51 ഇഞ്ച് വലിപ്പമുള്ള 5 വയസ്സ് പ്രായമുള്ള രാംലല്ലയുടെ വിഗ്രഹമാണ് താമരയിൽ നിലയുറപ്പിക്കുക. താൽക്കാലിക രാമക്ഷേത്രത്തിലെ വിഗ്രഹവും ശ്രീകോവിലിൽ സ്ഥാപിക്കും. രാമനവമി ദിനത്തിൽ 12 മണിക്ക് വിഗ്രഹത്തിന്റെ നെറ്റിയിൽ സൂര്യപ്രകാശം തട്ടുന്ന നിലയിലാണ് ശ്രീകോവിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതൊരു സാധനാ മാർഗമാണ്, രാമസാധനയാണ്. ആ ശ്രീരാമ സാധന നടത്തുന്ന ആളുകൾ അതിൻ്റെ പ്രാരംഭം കുറിക്കേണ്ടത് ബാലരൂപത്തിലുള്ള രാമനെ ആരാധിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് 4-5 വയസ്സുള്ള വളരെ കോമള രൂപത്തിലുള്ള രാമനെ നമ്മൾ അവിടെ ആരാധിക്കുന്നത്. ഇത് തന്നെയാണ് തുളസീദാസൻ രാമചരിത മാനസത്തിൽ ബാലകാണ്ഡത്തിൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. എല്ലാ സിദ്ധിയും തരുന്ന ഒന്നാണ് ജപതു ജിസു നാമു വന്ദവു ബാലരൂപ രാമ. അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അദ്ദേഹം രാമചരിത മാനസത്തിൽ. അതിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. അത് നമ്മുടെ ഹൈന്ദവ ആരാധനാ സമ്പ്രദായത്തിലെ സാധനാ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വാത്മീകി മഹർഷി, ശബരി, നിഷാദ മഹാരാജൻ, ആചാര്യ വസിഷ്ഠൻ, വിശ്വാമിത്ര മഹർഷി, അഹല്യ, അഗസ്ത്യൻ എന്നീ ഉപദേവതകളുമുണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് 7 ഉപദേവതാ സങ്കല്പം മുന്നോട്ട് വെച്ചത്. രാമക്ഷേത്രം സാമൂഹിക സമരസതയുടെ കേന്ദ്രമായി മാറണമെന്ന അഭിപ്രായവും പ്രധാനമന്ത്രി ഉയർത്തി. മഹാക്ഷേത്രത്തിന്റെ ദിക്പാലകരായി സൂര്യൻ, ദേവി, ഗണപതി, ശിവൻ എന്നീ പ്രതിഷ്ഠകൾ. ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രാചീന കാലത്ത് നിലനിന്ന ശിവക്ഷേത്രവും ജടായു വിഗ്രഹവും പുനഃസ്ഥാപിക്കും. സീതാദേവിയുടെ കിണറും ക്ഷേത്രവളപ്പിലുണ്ടാകും. ക്ഷേത്രത്തിൻ്റെ വടക്കേ കൈ എന്ന് പറയാവുന്ന, ദക്ഷിണകരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഭാഗത്ത് അന്നപൂർണാദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ദക്ഷിണ ഭാഗത്ത് സാക്ഷാൽ ഹനുമാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ 4 ദിക്കുകളിലായിട്ട്, പ്രധാനപ്പെട്ട 4 ദിക്കുകളിലായിട്ട് സുപ്രധാനം ഗണപതി. അത് ഏത് ഹൈന്ദവ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളവും അനുപേക്ഷണീയമായ ഒരു ആരാധനാ സ്ഥാനമാണ്. ഇതേപോലെ തന്നെയാണ് ശിവൻ്റെ ഒരു പ്രതിഷ്ഠ, അത് ശിവൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. പിന്നീട് ദേവിയുടെ ക്ഷേത്രമുണ്ട്, ശക്തിയുടെ ക്ഷേത്രമുണ്ട്. 4ാമത് സൂര്യഭഗവാനെയും അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആദ്യ നിലയിൽ 166 തൂണുകൾ, 2ാം നിലയിൽ 144, 3ാം നിലയിൽ 82 തൂണുകൾ, ആകെ 392 തൂണുകൾ. ഓരോ തൂണിലും 14 മുതൽ 16 വരെ ശില്പങ്ങളുണ്ട്.
രാമജന്മഭൂമിയിൽ ലവകുശന്മാർ നിർമ്മിച്ച പുരാതന രാമക്ഷേത്രത്തിന്റെ അതേ രൂപത്തിലാണ് മന്ദിരം പുനഃസ്ഥാപിക്കുന്നത്. 1000 വർഷത്തോളം ഒരു കേടുപാടും വരാതെ നിലനിൽക്കുന്ന രീതിയിലാണ് നിർമ്മാണം. ഭൂകമ്പവും മണ്ണിടിച്ചിലും പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിക്കാൻ കഴിയും. 15 മീറ്റർ ആഴത്തിൽ മണ്ണിട്ടുറപ്പിച്ചാണ് ക്ഷേത്രത്തിന് അടിത്തറയൊരുക്കിയത്. തുരുമ്പെടുക്കുന്നതിനാൽ ഇരുമ്പ് പൂർണ്ണമായി ഒഴിവാക്കി. മാർബിളും ഗ്രാനൈറ്റും ഉപയോഗിച്ചാണ് പ്രധാന ക്ഷേത്രം നിർമ്മിക്കുന്നത്. അനുബന്ധ നിർമ്മാണത്തിന് ഇഷ്ടികയും ഉപയോഗിച്ചു. ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കായി ലിഫ്റ്റും ക്ഷേത്രത്തിൽ സജ്ജമാണ്. ഭാരതത്തിന്റെ അഭിമാനജനകമായ ഭൂതകാലത്തിന്റെ പ്രതീകമാണ് രാമൻ. ശ്രീരാമൻ എല്ലാവരുടേതുമാണ്. ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളുടെയും എല്ലാ പ്രദേശങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ക്ഷേത്ര നിർമ്മാണമാണ് അയോധ്യയിലേത്. രാജസ്ഥാനിൽ നിന്നാണ് കല്ലുകൾ. വിശ്വപ്രസിദ്ധമായ ബൻസി ഫർപൂർ കല്ലുകൾ ഭംഗിയുള്ളതും കൂടുതൽ കരുത്തുള്ളതുമാണ്. പുതിയ പാർലമെന്റ് മന്ദിരവും ഡൽഹിയിലെ അക്ഷർധാം ക്ഷേത്രവുമൊക്കെ നിർമ്മിച്ചത് ഈ കല്ലുകൾ കൊണ്ടാണ്. തറയിൽ പാകാനുള്ള മാർബിളും രാജസ്ഥാനിൽ നിന്ന്. ഗ്രാനൈറ്റ് എത്തിച്ചത് കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങൾ. തേക്ക് മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിലേത്. സാൻഡ് സ്റ്റോൺ കവർ ഒഡീഷയിൽ നിന്ന്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ വാതിലുകൾ നിർമ്മിക്കുന്നത് മലയാളികളും തമിഴരും അടങ്ങുന്ന സംഘം. തിരുവനന്തപുരം പൂവാർ സ്വദേശി സുഭാഷ്, ഗണപതി ഉൾപ്പെടെ 20 അംഗ സംഘമാണ് വാതിലുകൾ ഒരുക്കുന്നത്. ഗർഭഗൃഹം അടങ്ങുന്ന ആദ്യ നിലയിൽ 18 വാതിലുകൾ. ശ്രീകോവിൽ വാതിലിൽ ചെമ്പു പതിച്ച ശേഷം മുകളിൽ സ്വർണം പൂശും. ദേശീയ പക്ഷിയായ മയിലിന്റെ രൂപവുമുണ്ടാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 4500 തൊഴിലാളികളാണ് അഭിമാന മന്ദിരം ഉയർത്തുന്നത്. ഇതൊരു നിയോഗമായി കാണുകയാണ് തൊഴിലാളികൾ. ഞാനിപ്പോൾ ഉള്ളത് അയോധ്യയിലെ രാമജന്മഭൂമിയിലാണ്. എനിക്ക് പിന്നിൽ രാമക്ഷേത്രത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള നിരവധി തൊഴിലാളികൾ ഈ രാമജന്മഭൂമിയിൽ നിന്ന് തന്നെ ചേരുകയാണ്. भाई साहब राम राम, जय श्री राम. जय श्री राम. आपका एक्सपीरियंस क्या है रामजन्मभूमि? जो सर हम लोगों का एक्सपीरियंस इतना अच्छा है. भगवान श्री राम जी ने हम लोगों को आगमन किए. 2 साल हो गए हम लोगों को काम करते हुए. यहाँ आने के बाद खुशी, दर्द जो शरीर के अंदर का रहता है सब निकल जाता है. पैसे के लिए नहीं बल्कि पूरा इस राम मंदिर के दर्शन या अपने कर्मों से जुड़कर मैं इस मंदिर के ईंट पत्थर उठाकर मंदिर निर्माण कर रहा हूँ. सौभाग्य है कि यहाँ पर हम काम कर रहे हैं, कि यहाँ पर हर कोई को यहाँ पर नहीं मिलता. यहाँ आने के लिए तरसते हैं लोग. ഗുജറാത്ത് സ്വദേശിയായ ചന്ദ്രകാന്ത് ഭായി സോംപൂരിയാണ്
ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത്. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ഡിസൈൻ ചെയ്തത് ഇദ്ദേഹത്തിന്റെ മുത്തച്ഛൻ പ്രഭാകർജി സോംപൂരയാണ്. സോംപൂര കുടുംബം തലമുറകളായി നിർമ്മിച്ചത് 200ഓളം ക്ഷേത്രങ്ങൾ. ദക്ഷിണ ഭാരതത്തിൽ നിന്നുള്ള രാമഭക്തരെ ആകർഷിക്കുന്നതിനായാണ് വലിയ ഗോപുരം. കൂടാതെ രാമക്ഷേത്രത്തിൽ ഓരോ വർഷവും 48 ദിവസത്തെ മണ്ഡലപൂജയും നടക്കും. രാമഭക്തരുടെ നിലയ്ക്കാത്ത പ്രവാഹമാകും. ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർക്ക് എല്ലാ അടിസ്ഥാന സൗകര്യവും ഒരുക്കി മികച്ച അനുഭവങ്ങൾ സമ്മാനിക്കാൻ പുതിയ അയോധ്യ സജ്ജമാണ്.